സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതായ പച്ചക്കറികളൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. കുറച്ച് നേരമൊക്കെ നമ്മൾ കൃഷിക്കായി ചിലവഴിക്കുകയാണെങ്കിൽ നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് സാധിക്കും. ജനുവരി മാസത്തിൽ വേനൽക്കാല പച്ചക്കറികൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ സമയമാണ്. ഈ മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വിളയാണ് ചീര. എല്ലാത്തരം ചീരകളും നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു മാസമാണ് ജനുവരി. ഇലവർഗ്ഗങ്ങളായ മയിൽപ്പീൽ ചീര, പൊന്നാങ്കണ്ണി ചീര, സുന്ദരി ചീര, പാൽ ചീര, പല വെറൈറ്റി ചീരകളുണ്ട്. ഏതെങ്കിലുമൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. പച്ചയും ചുവപ്പും അതുപോലെ തന്നെ വെള്ള തണ്ടുള്ള ചീര അതൊക്കെയാണ് ഇടകലർത്തിയാണ് ഇതൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അടുത്തതായിട്ട് വഴുതനയും ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ്. നമ്മൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഉണങ്ങിയ കരിയിലകളോ ഇതുപോലെ ചകിരിയോ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കണം. നല്ല പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൽ നിന്ന് വഴുതന വിളവ് കിട്ടും. നമ്മൾ തൈകളൊക്കെ പറിച്ച് നടുമ്പോൾ മണ്ണ് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഡോളോമേറ്റോ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം തൈകളൊക്കെ നടാനായിട്ട്. കുമ്മായമൊക്കെ ഇട്ട് 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം വളങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ വഴുതനയുടെ തൈകൾ എന്നല്ല എല്ലാ പച്ചക്കറിയുടെ തൈകളും നടാനായിട്ട്. വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെണ്ടക്ക നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ നട്ടാൽ വിളവ് തരുന്ന ഒന്നാണ്. അപ്പോൾ വെണ്ടയും എല്ലാവരും ഈ മാസത്തിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ വെണ്ടയുണ്ട്. കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അടുത്തത് നമ്മുടെ തക്കാളി കൃഷിയാണ്. തക്കാളി നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ വിളവെടുക്കാൻ സാധിക്കും. എല്ലാ കൃഷിയും ഇപ്പോൾ ചെയ്യാം. പടവലം, പാവൽ ഇതൊക്കെ കൃഷി ചെയ്യാം. അതുപോലെ പയറൊക്കെ നന്നായി കൃഷി ചെയ്യാം കേട്ടോ. വെണ്ട, മുളക് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, പയറിൻ്റെ വിത്തൊക്കെ മുളച്ച് 4 പരുവമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിനോരോ കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ പന്തലിലോട്ടൊക്കെ കയറി വരുന്നതാണ്. നല്ല രീതിയിൽ പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടംപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. കീടനിയന്ത്രണമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നും നമ്മുടെ നിരീക്ഷണമാണ് വേണ്ടത്. ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനിയുണ്ട്, അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്യൂഡോമോണസൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ, ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കളകളൊക്കെ പറിച്ചൊഴിവാക്കി എന്തെങ്കിലുമൊക്കെ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ്, അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ്, ചാരം കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരും. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാടൊന്നും വേണമെന്നില്ല. ഒരു 3-4 ചുവട് മുളക്, അതുപോലെ ഒരു 3-4 ചുവട് വെണ്ട, അതുപോലെ തക്കാളി, വഴുതന, അങ്ങനെ കുറച്ചായിട്ടൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം മടിച്ചു നിൽക്കാതെ എല്ലാവരും കൃഷി ചെയ്യുക. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലൊക്കെ നല്ലൊരു ഈർപ്പവും തണുപ്പും ഒക്കെ ചെടികൾക്ക് കിട്ടുന്നതാണ്. മുളക് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും മുളകൊക്കെ കൃഷി ചെയ്യുക. അത് ഞാൻ ഇവിടെ ടെറസിൽ ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയ മുളകാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഇതിലൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പുതിയ തൈകളും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുളകും കൃഷി ചെയ്യുക. വേനൽക്കാലത്ത് കീടശല്യം കൂടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ നിരീക്ഷണം ആവശ്യമാണ്.
അതുപോലെ വേനൽ ആരംഭിക്കുന്നതിനാൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള നന ഉറപ്പാക്കണം. നല്ല രീതിയിൽ 2 നേരമൊക്കെ നനച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.